ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആദ്യം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഓണാശംസകൾ. പിന്നെ ഇന്ന് ഞാൻ ഓണപ്പതിപ്പുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഓണപ്പതിപ്പൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരിക്കും എൻ്റെ കൂട്ടുകാർ. അതുകൊണ്ട് തന്നെ ഒരു ഓണപ്പതിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട് പേജിൽ ഫസ്റ്റിൽ നിങ്ങൾ ഇതുപോലെ നീറ്റാണ് വൃത്തിയിൽ ഓണപ്പതിപ്പ് എന്ന് വലുതാക്കിയിട്ട് എഴുതുക. അടിയിൽ നിങ്ങൾ പിക്ചറോ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾ അടുത്ത പേജിൽ ചെയ്യാനുള്ളത് ആമുഖം ഹെഡിങ് എഴുതി കൊടുക്കാൻ ഞാൻ മാക്സിമം ചുരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇതിലും കൂടുതലാക്കിയിട്ട് എഴുതാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും കൂടെ ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് വായിച്ചു നോക്കാം. മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. മലയാളം കലണ്ടർ പ്രകാരം ചിങ്ങമാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്. ഓണക്കാലത്ത് കേരളം സന്ദർശിക്കുന്ന മഹാബലിയുടെ ഓർമ്മയ്ക്കായാണ് ഓണം ആഘോഷിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള മലയാളികൾ ജാതി മതഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. ഇത്രയുമാണ് നമ്മൾ ആമുഖത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടത് കേട്ടോ. ഇനി അടുത്ത പേജിൽ നിങ്ങളെ ഉള്ളടക്കം ഹെഡിങ് എഴുതാം. നമ്മുടെ ഈ പതിപ്പിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യങ്ങൾ അതിൻ്റെ ഹെഡിങ് ബേസായിട്ട് നിങ്ങൾ താഴെ എഴുതി കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഓണത്തെക്കുറിച്ചിട്ടുള്ള ഐതിഹ്യം, ഓണം ചൊല്ലുകൾ, ഓണപ്പാട്ടുകൾ, ഓണശൈലികൾ, ഓണവാക്കുകൾ, ഓണക്കളികൾ, ഓണവിഭവങ്ങൾ, ഓണം കിസ്, ഓണം ചിത്രങ്ങൾ. ഇത്രയാണ് ഞാൻ എൻ്റെ ഉള്ളടക്കത്തിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്കിതിൽ കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ ആഡ് ചെയ്ത് ചേർക്കാം കേട്ടോ. ഇനി അടുത്ത പേജ് എടുക്കുക. നമ്മളെ ഉള്ളടക്കത്തിന് ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് ഹെഡിങ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓണം ഐതിഹ്യമാണ് അല്ലേ. അപ്പോൾ നിങ്ങളിത് പൗസ് ചെയ്തിട്ട് നിങ്ങളെന്ത് ചെയ്യുക, വായിക്കുക, എന്നിട്ട് എഴുതി എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിത് വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പോൾ ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ പൗസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം കേട്ടോ. ഇനി നിങ്ങൾ അടുത്ത പേജിൽ ചെയ്യാനുള്ളത് ഹെഡിങ് ആയിട്ട് നിങ്ങൾ ഓണച്ചൊല്ലുകൾ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എഴുതി കൊടുക്കുക കേട്ടോ. അത്തം കറുത്താൽ ഓണം വെളുക്കും, ഉണ്ടറിയണം ഓണം, ഓണം പോലെയാണോ തിരുവാതിര, ഓണം കഴിഞ്ഞാൽ ഓട്ടപ്പുര, കാണം വിറ്റും ഓണം ഉണ്ണണം, ഉള്ളത് കൊണ്ട് ഓണം പോലെ, ഓണത്തിനല്ലയോ ഓണപ്പുടവ, ഓണത്തിനിടയ്ക്കാണോ പൊട്ടുകച്ചവടം അല്ലേ. ഇത്രയും ഓണച്ചൊല്ലുകളാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങളും ഇതും കൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ആക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത പേജിൽ നമ്മൾ ചെയ്യാനുള്ളത് ഓണപ്പാട്ടുകളാണ് അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര നിങ്ങൾക്ക് ഓണപ്പാട്ടുകൾ ആഡ് ചെയ്ത് ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പാടി നോക്കാം. ഓണമാണെന്നും ഓണം, കേരള നാടതിലെന്നും ഓണം, ദൈവത്തിൻ സ്വന്തമാം നാടിതല്ലോ, മലയാളി തൻ പുണ്യഭൂമിയല്ലോ, സമ്പൽ സമൃദ്ധമാണെൻ്റെ നാട്, ഹരിതമനോഹരമായ നാട്, കളകളമൊഴുകുന്ന പുഴകളുണ്ട്, വരി വരിയായി നിൽക്കും മലനിരകൾ, മാലോകരൊന്നായി വാഴും നാട്, നന്മ തൻ വിളനിലമായ നാട്, ഒരുമയോടെ നമ്മൾ മുന്നേറണം, നാടിൻ പെരുമ നിലനിർത്തേണം, ഒരുമയോടെ നമ്മൾ മുന്നേറണം, നാടിൻ പെരുമ നിലനിർത്തേണം, നാടിൻ പെരുമ നിലനിർത്തേണം, നാടിൻ പെരുമ നിലനിർത്തേണം. എങ്കിൽ നമുക്ക് അടുത്ത ഓണപ്പാട്ടും കൂടെ പാടി നോക്കാം കേട്ടോ. ഓണം വന്നല്ലോ, ഓണം വന്നല്ലോ, മാമല നാട്ടിൽ ഓണം വന്നല്ലോ, ഓണം വന്നല്ലോ, ഓണം വന്നല്ലോ, മാമല നാട്ടിൽ ഓണം വന്നല്ലോ, അത്തം പത്തിന് തിരുവോണം, അത്തം പത്തിന് തിരുവോണം, മാവേലി മന്നനെ
മാമല നാട്ടിൽ ഓണം വന്നല്ലോ. ഇനിയും നിങ്ങൾക്ക് ഓണപ്പാട്ടുകൾ എഴുതി ചേർക്കാം കേട്ടോ. ഇത്രയും എഴുതി കഴിഞ്ഞാൽ അടുത്ത പേജിൽ നിങ്ങൾ ഓണശൈലികളുടെ ഹെഡിങ് കൊടുക്കുക. താഴെ ഇതുപോലെ എഴുതി കൊടുക്കുക കേട്ടോ. ഓണം കേറാമൂല, ഓണം മൂട്ടുക, ഓണം ഉണ്ണുക, ഓണം കൊള്ളുക, ഓണപ്പാച്ചി, ഉള്ളത് കൊണ്ട് ഓണം പോലെ, മാവേലി നാട്, പൊന്നോണപ്പുലരി. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഓണശൈലികളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പേജിൽ നമ്മൾ ഹെഡിങ് കൊടുക്കേണ്ടത് ഓണവാക്കുകളിലെ മറ്റേ ഓരോ വാക്കുകൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകൾ നിങ്ങൾ എഴുതി ചേർക്കുക കേട്ടോ. ഞാനിവിടെ എഴുതി ചേർത്തിട്ടുള്ളത് ഓണസദ്യ, ഓണക്കോടി, ഓണപ്പുടവ, ഓണപ്പൂവ്, ഓണപ്പൂക്കളം, ഓണക്കാലം, ഓണത്തുമ്പി, ഓണവില്ല്, ഓണക്കളി, ഓണക്കാഴ്ച, ഓണത്തപ്പൻ, ഓണച്ചന്തം, ഓണച്ചൊല്ല്, ഓണച്ചന്ത. ഇത്രയുമാണ് നമ്മൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് വാക്കുകളിൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. ഇതിലും കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെയും എഴുതി ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ അടുത്ത പേജിൽ ചെയ്യാനുള്ളത് ഓണക്കളികളുടെ ഹെഡിങ് കൊടുക്കുക. താഴെ ഇതുപോലെ നമ്മൾ എഴുതി കൊടുക്കുക കേട്ടോ. വടംവലി, കൈക്കൊട്ടിക്കളി, സുന്ദരിക്ക് പൊട്ടുകുത്ത്, തലപ്പന്ത് കളി, ഓണം കളി, ഓണത്തല്ല്, പുലിക്കളി, ആട്ടുക്കളം കുത്തൽ, കമ്പിത്തായം കളി, നാഴയും പുലിയും വയ്ക്കൽ, ആറന്മുള വള്ളംകളി, കിളിത്തട്ടുകളി, ഓണക്കുമ്മാട്ടി. ഇത്രയുമാണ് ഞാൻ ഓണക്കളികൾ എന്ന ഹെഡിങ്ങിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയും കൂടുതൽ എപ്പോഴും പറയുന്ന പോലെ ഇനിയും കൂടുതൽ നിങ്ങൾക്ക് ആഡ് ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി അടുത്ത പേജിൽ നമ്മൾ ഓണവിഭവങ്ങളുടെ ഹെഡിങ് കൊടുക്കുക. താഴെ ഇതുപോലെ എഴുതി കൊടുക്കുക കേട്ടോ. പപ്പടം, പഴം, പായസം, ചോറ്, സാമ്പാർ, അവിയൽ, ഓളൻ, കാളൻ, കൂട്ടുകറി, പച്ചടി, കിച്ചടി, ഇഞ്ചിക്കറി, തോരൻ, മോര്, ശർക്കര ഉപ്പേരി, വറുത്തുപ്പേരി. എനിക്കറിയാവുന്ന വിഭവങ്ങളൊക്കെ ഞാനിവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് എഴുതി കൊടുക്കുക കേട്ടോ. അടുത്ത പേജിൽ ഓണ ക്വിസ് അല്ലേ, ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വിസിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. ഇതിലും കൂടുതൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നിങ്ങൾ വീഡിയോ പൗസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്ത പേജിൽ ചെയ്യാനുള്ളത് ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളാണ് അല്ലേ. ചിത്രങ്ങൾ നിങ്ങൾക്ക് വരച്ചോ അല്ലെങ്കിൽ ഒട്ടിച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഓണപ്പതിപ്പിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.